ഉക്രൈനോട് വ്ളാഡിമിർ പുടിൻ കൊടുത്തിരിക്കുന്ന അവസാന താക്കീത് എന്നത് റഷ്യ പിടിച്ചെടുത്തിരിക്കുന്ന ഉക്രൈനിലെ സ്ഥലങ്ങൾ, അതായത് റഷ്യൻ അധിനിവേശ സ്ഥലങ്ങൾ, അത് യൂറോപ്യൻ യൂണിയനെയും കൂടെ കൂട്ടി തിരിച്ചു പിടിക്കാം എന്ന് വല്ല ഉദ്ദേശമുണ്ടെങ്കിൽ അത് വെറും ദിവാസ്വപ്നം കാണൽ മാത്രമാണ് എന്നാണ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചിരിക്കുന്നത്. സുരക്ഷാ സമിതിയിലെ സ്ഥിരാംഗം എന്ന രീതിയിൽ റഷ്യക്കെതിരെ വീറ്റോ പവർ ഉപയോഗിച്ച് റഷ്യയെ ടാർണിഷ് ചെയ്യാനൊന്നും കഴിയില്ല. റഷ്യ എടുത്തിരിക്കുന്ന തീരുമാനം യൂറോപ്യൻ യൂണിയനും നാറ്റോയും പരിപൂർണമായി എതിർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല. എന്നാൽ റഷ്യയുടെ നിലപാടുകളെ വളരെ വ്യക്തമായി തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പുടിൻ ഉറച്ച മനസ്സുള്ള വ്യക്തിയാണ്, പുടിൻ്റെ തീരുമാനങ്ങൾ മാറാറില്ല, തനിക്ക് വ്യക്തമായ അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഉക്രൈന് കൊടുത്തു വരുന്ന സഹായങ്ങൾ പലതും റദ്ദാക്കാൻ അമേരിക്ക താല്പര്യപ്പെടുന്നത്. കാരണം വ്ളോഡിമിർ സെലൻസ്കിയുടെ വിഷയങ്ങളിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട്, അമേരിക്കൻ നിലപാട് എന്നത് യൂറോപ്യൻ യൂണിയന് വിപരീതമായി എടുക്കാൻ മാത്രമേ നിർവാഹമുള്ളൂ. കാരണം യൂറോപ്യൻ യൂണിയൻ അല്ല യുദ്ധസമയത്ത് ഉക്രൈന് ഇത്രയധികം ഫണ്ടിങ് കൊടുത്തത്. മൊത്തം യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ നൽകിയതിനേക്കാൾ കൂടുതൽ തുക അമേരിക്കൻ ഖജനാവിൽ നിന്നും ചിലവഴിച്ചു. ഇത് അമേരിക്കൻ സർക്കാർ അവിടുത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വക മാറ്റിയിരുന്നുവെങ്കിൽ കുറെ കൂടെ പുരോഗതി വന്നേനെ. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ ഉപാധികൾ അനുസരിക്കാൻ സെലൻസ്കി തയ്യാറല്ലെങ്കിൽ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ മാറ്റേണ്ടി വരും. ഞങ്ങൾക്ക് എക്കാലത്തും റഷ്യയെ വെറുപ്പിക്കണമെന്നോ അല്ലെങ്കിൽ വലിയ തോതിൽ ഉപദ്രവിക്കണമെന്നോ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്. വാസ്തവത്തിൽ അതല്ലെങ്കിൽ പോലും നമ്മൾ നോക്കൂ, റഷ്യയെ പല രീതിയിൽ ഉപരോധിക്കാൻ ശ്രമിച്ചു. റഷ്യ എന്ത് ചെയ്തു? അതിന് ഓൾട്ടർനേറ്റീവ് മെത്തേഡുകൾ നോക്കുകയാണ്. ഉപരോധവും അതുപോലെ ഒറ്റപ്പെടുത്തലും ഇന്നും ഇന്നലെയും കണ്ടിട്ടുള്ള രാജ്യമല്ല റഷ്യ. സോവിയറ്റ് യൂണിയനെ തകർത്ത് തകിടം മറിക്കാൻ എന്തെല്ലാം വൃത്തികെട്ട കളികൾ കളിച്ചോ അത് ഇനിയും തുടരും. ഇപ്പോൾ പറയുന്ന ഈ ഡബിൾ സ്റ്റാൻഡ് പോലും അതിൻ്റെ ഒരു അനുരണനം മാത്രമാണ് എന്ന് വ്ളാഡിമിർ പുടിൻ വളരെ ശക്തമായി അറിയാം. എന്നാൽ മറ്റ് രാജ്യങ്ങൾ, അതായത് റഷ്യ ഇപ്പോൾ മറ്റ് പല വിഷയങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഈ ഒരു സമയത്ത് റഷ്യയുടെ കൂടെ പരിപൂർണമായി നിൽക്കാൻ പല രാജ്യങ്ങളും തയ്യാറാവുകയാണ്. അതിലൊന്ന് ഇറാനാണ്. മറ്റൊരു രാജ്യം എന്നത് തുർക്കിയാണ്. തുർക്കി വളരെ വ്യക്തമായി റഷ്യയോട് അറിയിപ്പ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. കാരണം നിങ്ങൾ ഗാസയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി പോരാട്ടത്തിൽ മുൻപന്തിയിൽ തന്നെയുണ്ട്. ഞങ്ങൾക്ക് നിങ്ങളോട് വലിയ മതിപ്പാണ് എന്ന രീതിയിൽ തന്നെയാണ് ഉർദോഗൻ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. നോക്കൂ, വ്ളാഡിമിർ പുടിൻ അറബ് രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ തുർക്കിയുടെയും ഒക്കെ വിശ്വാസ്യത പിടിച്ചു പറ്റുന്ന രീതിയാണ്. അമേരിക്ക ഇനി എന്ത് ഉപരോധം കൊണ്ടുവന്നാലും അത് ഞങ്ങളെ ഒരു രീതിയിലും തളർത്തില്ല എന്ന് പുടിൻ അതിൻ്റെ പേരിൽ തന്നെയാണ് പറയുന്നത്. പുടിൻ നിലപാട് വളരെ വ്യക്തമാക്കിയിരിക്കുന്നു, നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഒരു രീതിയിലും ഒരു ബാഹ്യ ശക്തിക്കും ഉക്രൈനിൽ ഞങ്ങൾ പിടിച്ചെടുത്ത അനക്സ് ചെയ്തിരിക്കുന്ന പ്രദേശങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല, അതിൽ കുറഞ്ഞുള്ള ഡീൽ മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്.